നമസ്കാരം. എൻ്റെ പേര് നിതിൻ AF എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പ്രത്യേകിച്ച് സ്കൂളുകളിൽ ടീനേജ് അല്ലെങ്കിൽ കോളേജിൻ്റെ തുടക്ക സമയത്ത് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ഈ കാലഘട്ടത്തിലൊക്കെയാണ് കുട്ടികൾ കൂടുതലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പാരൻസിൻ്റെ സൈഡിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതലും പാരൻസ് അവരുടെ ഒരു എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ്സിന് അവരുടെ ഒരു എബിലിറ്റിയെക്കാളും കൂടുതൽ അവരെ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇപ്പോൾ മാർക്ക് കുറയുന്നതിന് അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് കുറയുമ്പോൾ കൂടുതലായിട്ട് വഴക്ക് പറയുക. മാർക്ക് വേണം, എഡ്യൂക്കേഷൻ വേണം, വേണ്ട എന്നുള്ളതല്ല, പക്ഷെ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണ്, അല്ല എബിലിറ്റി എന്താണ്, ക്രിയേറ്റിവിറ്റി എന്താണ്, ആ വ്യക്തിയുടേതായ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മുടേതായ രീതിയിൽ എഡ്യൂക്കേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെ ആ കുട്ടിക്ക് ഫേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തില് എഡ്യൂക്കേഷന് അതിനേക്കാൾ കൂടുതൽ കുട്ടിക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഫോഴ്സും പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് വെന്റ് ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും പോകാനും ഡിപ്പെൻഡഡ് ആവാനുമുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പാരൻസ് മനസ്സിലാക്കിയിരിക്കുക. എപ്പോഴും പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ മക്കളോട് മാത്രമല്ല, നമ്മുടെ അടുത്ത ജനറേഷനോടും നമ്മുടെ സൊസൈറ്റിയോടും ഈ നേഷനോടും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് മക്കളെ ഒരു ക്യാരക്ടറുള്ള, വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അതിന് മാതാപിതാക്കളായിട്ടുള്ള ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കേണ്ടുന്നത് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അവര് വയ്ക്കുന്ന ഗോളുകളാണെങ്കിലും അവർ വയ്ക്കുന്നതായിട്ടുള്ള അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ടാർഗറ്റുകളൊക്കെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഔട്ട്കമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നമ്മുടെ ഒരു ലേണിംഗ് കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മളൊരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്, ഒരു പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന്റെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം എന്താവുമെന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഓരോ ദിവസവും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് നമ്മൾ ഓരോ ദിവസവും നടത്തേണ്ടത്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറെ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട്, ഫ്രൂട്ട്ഫുൾ ആയിട്ട്, എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പാരൻസ് ഒക്കെ തന്നെ നമ്മുടെ കുട്ടികൾ ഏറ്റവും അടുത്ത് ആരുമായിട്ടൊക്കെയാണ് അവർ കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പാരൻസ് കുട്ടികളോട് കൂടുതൽ സമയം ഇരുന്ന് സംസാരിക്കുകയും ചെലവഴിക്കേണ്ടതും അതുപോലെ തന്നെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻറ്റിമസി ഉണ്ടാക്കി വെക്കേണ്ടുന്നതുമായിട്ടുള്ള ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക. അപ്പോൾ അവരുടെ കൂട്ടുകാരെ കുറിച്ചും കൂട്ടുകാരുടെ പാരൻസിനെ കുറിച്ചും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും അവരുമായിട്ടൊക്കെ ഒരു ബന്ധം വയ്ക്കുവാനും, അങ്ങനെ കുട്ടികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം കുറെ കൂടെ അവർക്ക് ശരി തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞു വരുന്ന പ്രായത്തിലേക്ക് എത്തുന്നത് വരെ നമുക്ക് കുറെ കൂടെ അവരെ ഗൈഡ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്കൊക്കെ കുട്ടികൾ പോകാനുള്ള സാധ്യതകൾ കുറവാണ്. ഇപ്പൊ നമ്മൾ കൂടുതലും ആ ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റും കൂടുതലും കാണുന്നതിന്റെ സപ്ലൈ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും പൂർണ്ണമായിട്ട് പ്രായോഗികമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് എവിടെ കൂടെയെങ്കിലും ഒക്കെ സപ്ലൈ വരുമെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ അതിൽ നിന്നുള്ള ഡിമാൻഡിൽ നിന്ന് മാറ്റിവിടുക, മറ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എനർജറ്റിക് ആയിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ എൻഗേജ്ഡ് ആക്കി അവരെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അവരുടെ ടാലന്റും എബിലിറ്റിയും എല്ലാം തന്നെ നമ്മുടെ സൊസൈറ്റിക്കും അവരുടെ ഇൻഡിവിജ്വൽ ലൈഫിനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മുടെ യങ്ങർ ജനറേഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.
താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.